കാരണം ഇതിലാരും ഇങ്ങനെ നരേന്ദ്രമോദിയുടെ അമ്മയ്ക്കൊന്നും പറയാറില്ല ഒരു മഹായോഗത്തിൽ അല്ലേ. അപ്പം അതിന് വരെ മുതിർന്നതിൻ്റെ അർത്ഥം അവർക്ക് വലിയ കലിപ്പുണ്ട്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ബഹുജനങ്ങളുടെ പൊതുവിലുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് 150-160 സീറ്റ് വരെ BJP മുന്നണിക്ക് കിട്ടാമെന്ന്. ഒരു ഭരണം പിടിക്കാനായിട്ട് എന്തും ചെയ്യുന്നവരാണ്. ഇപ്പം തന്നെ അവർ വലിയ പ്രചരണം ഇറക്കി കഴിഞ്ഞു. RJD നേതാവ് നമ്മുടെ മുഖ്യമന്ത്രി തേജസ്വി യാദവ് അല്ല, മുഖ്യമന്ത്രി നിതീഷ് കുമാർ രോഗാവസ്ഥയിലാണ്, അദ്ദേഹത്തിന് വയ്യ, അദ്ദേഹം മാനസികമായും ശാരീരികമായും ഒക്കെ വളരെ മോശമായ അവസ്ഥയിലാണ്. അദ്ദേഹം തൊഴുതുകൊണ്ടിരിക്കുന്ന ഒരു പടം കുറച്ചു നേരം കാണിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെ കയ്യനക്കിക്കൊണ്ടിരിക്കാനല്ലാതെ ഇദ്ദേഹത്തിനൊന്നും പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു. വോട്ടുചോരി ആരോപണത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ വലിയ റാലി ബീഹാറിൽ, അതിനുശേഷം ബോധവൽക്കരണം, എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇപ്പോൾ സർവേ പുറത്തു വന്നപ്പോൾ NDA സഖ്യമാണ് മുന്നിൽ നിൽക്കുന്നത്. വീണ്ടും ഒരു BJP സർക്കാർ തന്നെ, NDA സർക്കാർ തന്നെ ബീഹാറിൽ അധികാരത്തിൽ വരുന്നു. നമ്മുടെ ഇന്ത്യ ടുഡേയുടെ സർവേ കാണിക്കുന്നത് ഏതാണ്ട് ഇലക്ഷന് തൊട്ട് മുമ്പ്, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയ സർവേ കാണിക്കുന്നത് BJP മുന്നണി അധികാരത്തിൽ വരുമെന്നാണ്. കാരണം BJP മുന്നണിക്ക് വലിയ പ്രശ്നമില്ലാതെ ഈ ഇലക്ഷനിൽ കടന്നുകൂടാൻ പറ്റും എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത്. ആ ഇലക്ഷൻ്റെ സർവേയുടെ റിസൾട്ട് അത്തരത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 150-160 സീറ്റ് വരെ, 243 സീറ്റാണ് അവിടെ ഉള്ളത് ബീഹാർ അസംബ്ലിയിലേക്ക്. അതിൽ 243-ൽ 150-160 സീറ്റ് വരെ BJP JDU സഖ്യം നേടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന കോൺഗ്രസ് RJD സഖ്യത്തിന് ഏതാണ്ട് 70-85 സീറ്റ് വരെ സർവേ പറയുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രൈറ്റ് ഫൈറ്റ് നടക്കുകയാണെങ്കിൽ പോലും അവിടെ മഹാഗഡ്ബന്ധൻ വളരെ പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിസൾട്ട്. ഇനി ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ ശക്തമാകാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ബഹുജനങ്ങളുടെ പൊതുവിലുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് 150-160 സീറ്റ് വരെ BJP മുന്നണിക്ക് കിട്ടാമെന്ന്. അല്ല, അത് എന്തുകൊണ്ടായിരിക്കും? അതാണ് എൻ്റെ ആദ്യത്തെ തന്നെ ചോദ്യം. ഈ രാഹുൽ ഗാന്ധി വലിയ പ്രചരണമായിരുന്നു നടത്തിയത്, തെക്ക് വടക്ക് നടന്നിട്ടും ജനങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അല്ല, അതിനകത്ത് വോട്ടുള്ളവരുടേതാണ് ഇവർ ഈ സർവേയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പലർക്കും വോട്ടില്ലാത്തവരാണ് ജാഥയിൽ പങ്കെടുത്തതെന്നുള്ളതാണ്. കാരണം എനിക്കും വോട്ട് വേണമെന്ന് പറഞ്ഞാണ് വോട്ട് ചോരി ജാഥയിൽ പങ്കെടുത്തത്. കാരണം അവിടെ അധികം ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ട് വിദേശ പൗരന്മാരായിട്ട് വളരെ നാളായിട്ട് കഴിയുന്നവരും വോട്ടർ പട്ടികയിൽ പേര് കയറ്റാൻ കഴിയാത്തവരും, പിന്നെ സാറ് പറയുന്നത് കൃത്യമാണല്ലേ, വോട്ടില്ലാത്തവരാണ് വോട്ടിന് വേണ്ടി യാത്രയിലുണ്ടായത്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ, അതാണല്ലോ ആൾക്കൂട്ടത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണല്ലോ അവരെല്ലാം നരേന്ദ്രമോദിയുടെ അമ്മയ്ക്ക് പറയാൻ ഇത്രയധികം ധൈര്യം കാണിച്ചത്. കാരണം ഇതിലാരും ഇങ്ങനെ നരേന്ദ്രമോദിയുടെ അമ്മയ്ക്കൊന്നും പറയാറില്ല ഒരു മഹായോഗത്തിൽ അല്ലേ. അതിന് വരെ മുതിർന്നതിൻ്റെ അർത്ഥം അവർക്ക് വലിയ കലിപ്പുണ്ട്, അവർക്ക് വലിയ വിദ്വേഷമുണ്ട്. കാരണം ഞങ്ങൾ വിദേശത്തു നിന്ന് ഇങ്ങനെ വളരെ ഒളിഞ്ഞും തെളിഞ്ഞും വേലി ചാടിയൊക്കെ ഇവിടെ വന്ന് ഒരു വിധത്തിൽ റേഷൻ കാർഡും ഒക്കെ ഒപ്പിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വോട്ടില്ല എന്നറിയുന്നത്. ഇത്തരം വിജയപ്രതീക്ഷ ഉണ്ടെങ്കിൽ BJP കൃത്യമായി തന്നെ ബീഹാർ ലക്ഷ്യമിടുന്നുണ്ടല്ലോ. അവർ അവിടെ പ്രധാനമന്ത്രി എത്തുന്നു, വികസന പദ്ധതികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ. വിജയപ്രതീക്ഷയിൽ ഈ സർവേയിൽ വിജയം കൊയ്യുമ്പോഴും വിജയപ്രതീക്ഷയിൽ അവർക്ക് ആശങ്കയുണ്ടോ? വിജയപ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. കാരണം RJD എന്ന് പറയുന്നത് ഒരു ചെറിയ പാർട്ടിയല്ല. ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ഏത് കള്ളവും ഏത് കുതന്ത്രവും കാണിക്കാൻ മിടുക്കന്മാരാണ്. ഒരു ഭരണം പിടിക്കാനായിട്ട് എന്തും ചെയ്യുന്നവരാണ്. ഇപ്പം തന്നെ അവർ വലിയ പ്രചരണം ഇറക്കി കഴിഞ്ഞു. RJD നേതാവ് നമ്മുടെ മുഖ്യമന്ത്രി തേജസ്വി യാദവ് അല്ല, മുഖ്യമന്ത്രി നിതീഷ് കുമാർ രോഗാവസ്ഥയിലാണ്, അദ്ദേഹത്തിന് വയ്യ, അദ്ദേഹം മാനസികമായും ശാരീരികമായും ഒക്കെ വളരെ മോശമായ അവസ്ഥയിലാണ്. അദ്ദേഹം തൊഴുതുകൊണ്ടിരിക്കുന്ന ഒരു പടം കുറച്ചു നേരം കാണിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെ കയ്യനക്കിക്കൊണ്ടിരിക്കാനല്ലാതെ ഇദ്ദേഹത്തിനൊന്നും പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു. അദ്ദേഹം അങ്ങനെ ഒരു വീക്ക് ചീഫ് മിനിസ്റ്റർ നിങ്ങൾക്ക് വേണോ? ഇത്തരത്തിലൊരു മരണത്തിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന, തലയ്ക്ക് ബോധമില്ലാത്ത, ശരീരം നേരെ വഴങ്ങാത്ത ഒരു ചീഫ് മിനിസ്റ്ററെയാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ ഊർജ്ജസ്വലനായ തേജസ്വിയായി നിൽക്കുന്ന തേജസ്വി യാദവിനെയാണോ വേണ്ടതെന്ന് RJD അവിടെ ചോദിക്കുകയാണ്. അപ്പം ഇങ്ങനെ പ്രചരണത്തിൽ RJD ഒട്ടും മോശമൊന്നുമില്ല. ഇളക്കി മറിച്ച് പ്രചരണം നടത്താൻ ലാലു പ്രസാദ് യാദവിൻ്റെ മോൻ തന്നെയാണ് തേജസ്വി യാദവ്. ലാലു പ്രസാദ് യാദവ് പ്രചരണം നടത്തുന്ന കണ്ടില്ലേ? അദ്ദേഹത്തിൻ്റെ പ്രചരണം പ്രചണ്ഡമാണ്.
എന്ത് പറയണമെന്ന് അദ്ദേഹത്തിന് യാതൊരു നിബന്ധനയുമില്ല. ജാതി പറയണമെങ്കിൽ ജാതി പറയും, മതം പറയണമെങ്കിൽ മതം പറയും, കള്ളം പറയണമെങ്കിൽ കള്ളം പറയും, കൊന്നെന്ന് പറയണമെങ്കിൽ കൊന്നെന്ന് പറയും. ലാലു പ്രസാദ് യാദവിനെ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരിക്കൽ സരയൂ നദിയുടെ തീരത്തൊരു ലാത്തിച്ചാർജ് നടന്നപ്പോൾ ഇദ്ദേഹത്തിനെ അടിച്ചു കൊന്ന് സരയൂ നദിയിൽ കെട്ടിത്താഴ്ത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ മുങ്ങിക്കളഞ്ഞു. വേറെ സുഹൃത്തുക്കളെ കൊണ്ട് പറയിച്ചിട്ട് ഇദ്ദേഹം മുങ്ങിക്കളഞ്ഞു. ഭയങ്കര പ്രശ്നമായി. അന്ന് തേജസ്വി യാദവിൻ്റെ വീട്ടിൽ ചെറുപ്പക്കാരനാണ്, അതിനേക്കാൾ ചെറുപ്പമായിരിക്കുന്ന സമയമാണ് ലാലു പ്രസാദ് യാദവ്. നാട് മുഴുവൻ അന്വേഷണമാണ് ഈ ലാലു പ്രസാദിനെ. പാവം ലാലു പ്രസാദിനെ കാണാൻ ഒരു യുവാവിനെ കോൺഗ്രസ്സുകാരെ അടിച്ചു കൊന്നു എന്ന് പറഞ്ഞത് ഭയങ്കര പ്രശ്നമായിരുന്നു. കോൺഗ്രസിന്റെ പോലീസ് അടിച്ചു കൊന്നു ലാത്തി ചാർജിൽ. അങ്ങനെ സരയൂ നദിയിൽ മുഴുവൻ തപ്പലായിരുന്നു. അങ്ങനെ സിമ്പതി കൊണ്ട് വീർപ്പ് മുട്ടിയപ്പം ലാലു പ്രസാദ് യാദവ് പതുക്കെ ഇറങ്ങി വന്നു. എന്നെ ഇങ്ങനെ പോലീസ് അടിച്ചു ഓടിച്ചു, ഞാൻ നാട് വിട്ടു പോയതാണ്, നീന്തി ഒരു വിധത്തിൽ രക്ഷപ്പെട്ടതാ, തിരിച്ചു വന്നിരിക്കുകയാണെന്ന്. ഇങ്ങനെ ഏത് തന്ത്രവും പ്രയോഗിക്കാൻ ലാലു പ്രസാദ് യാദവിന്റെ അപ്പുറം കളിക്കുന്ന ആളാണ് തേജസ്വി യാദവ്. അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം. അദ്ദേഹം പിന്നെ ഈ വോട്ട് ചോരി യാത്രയിൽ പങ്കെടുത്തിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഈ യാത്ര കൊണ്ട് കാര്യമില്ലെന്ന്. ഉടനെ അദ്ദേഹം വേറെ യാത്ര സംഘടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെതായ RJD യാത്ര എന്നുവെച്ചാൽ വോട്ട് ചോരി യാത്രയിൽ കൂടുതൽ നിന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഇമ്പോർട്ടൻസ് വരില്ലേ. അതുകൊണ്ട് അതിൽ വല്ല ഇമ്പോർട്ടൻസും വന്നിങ്ങനെ ജനങ്ങൾ എന്നേക്കാൾ വലിയ നേതാവ് രാഹുലാണെന്ന് സംശയമുണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് തേജസ്വിയുടെ പ്രത്യേക ജാഥ അദ്ദേഹം മണ്ഡലങ്ങൾ തോറും സംഘടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെ കളി പലതും കളിക്കാൻ അറിയാവുന്ന ആളാണ് തേജസ്വി യാദവ്. അപ്പോൾ ആ കളിയിൽ എങ്ങാനും വീണു പോകരുതല്ലോ. അതുകൊണ്ട് പിന്നെ ഈ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഒക്കെ പല കളികളുണ്ട്. ചിരാഗ് പസ്വാൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ LJP പറയുന്നത് ഞങ്ങൾക്ക് 40 സീറ്റ് കിട്ടണം, 40 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നേരെ നമ്മുടെ പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സ്വരാജ് പാർട്ടിയിലേക്ക് പോകും എന്നതാണ്. പക്ഷെ സ്വരാജിൻ്റെ സർവേയിൽ ഈ പറഞ്ഞ പ്രകമ്പനമൊന്നും അയാൾ കൊള്ളിക്കുന്നില്ല. 2 മുതൽ 5 സീറ്റ് വരെ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. 243 സീറ്റുള്ളിടത്ത് 2 മുതൽ 5 വരെ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അത് കേട്ടതുകൊണ്ട് ഇനി ചിരാഗ് പസ്വാൻ അടങ്ങിയിരിക്കുമെന്ന് അറിയില്ല. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 205 സീറ്റിൽ BJPയും പിന്നെ JDUവും പിന്നെ മത്സരിക്കും. 205 സീറ്റ് ഏതാണ്ട് തുല്യമായിട്ട് അവർ പങ്കിട്ടുകൊണ്ട് മത്സരിക്കും. ബാക്കി വരുന്ന 38 സീറ്റുകൾ അത് സഖ്യകക്ഷികളായ LJP അടക്കമുള്ളവർക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. സഖ്യകക്ഷിയായ LJP കൊടുക്കണം. മാഞ്ചിയുടെ പാർട്ടിയുണ്ട് HAM അതിന് കൊടുക്കണം. അപ്പോൾ അവിടെ എങ്ങനെ കൊടുത്തു വരുമ്പോൾ LJPക്ക് പറയുന്ന 40 കിട്ടില്ല, ചിലപ്പോൾ 20ഓ 25ഓ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ബാക്കി സീറ്റുകൾ അപ്പോൾ ഇയാൾ പറയുന്ന 40ലേക്ക് എത്തിയെന്ന് വരില്ല. പിന്നെ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിരിക്കാം. എന്തായാലും BJP വളരെ സൂക്ഷിച്ചാണ് നീങ്ങുന്നത്. അവിടെ സ്ത്രീകൾക്ക് 10,000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അവരുടെ ക്ഷേമ പ്രവർത്തനത്തിനായിട്ട്, അവർക്ക് സ്വന്തമായി തൊഴിൽ കണ്ടെത്തുന്നതിനായിട്ട്, വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനൊക്കെയായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം അതിൽ സ്ത്രീകൾ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക് തൊഴിലിനും പഠനത്തിനുമൊക്കെ ആയിട്ട്, തൊഴിൽ കണ്ടെത്തുന്നതിനും പഠനത്തിനുമൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു ഫണ്ട് അത് വേറെയും കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ വളരെ ശക്തമായ പ്രചരണവുമായി നീങ്ങുകയാണ്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒരു വലിയ പാക്കേജ് തന്നെ ഇതിനകം അവിടെ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ഗുണങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ഒരുപാട് സ്കീമുകൾ അവിടെ കൊണ്ടുവരുന്നുണ്ട് എല്ലാ പാർട്ടികളും. അതിൽ BJP ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ബീഹാറിലെ പുരുഷന്മാർ പലരും അവിടെ ഇല്ല എന്നുള്ളതാണ്. സ്ത്രീകളാണ് എപ്പോഴും വോട്ട് കൂടുതൽ ചെയ്യുന്നത്. ഈ 243 മണ്ഡലങ്ങളിലും അധികം സ്ഥലങ്ങളിലും സ്ത്രീകളാണ് വോട്ടർമാരിൽ ഭൂരിപക്ഷം, പുരുഷന്മാർ കുറവാണ്. കാരണം എന്താണ്? മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇവർ തൊഴിലില്ലാത്തതുകൊണ്ട് ചേക്കേറിയിരിക്കുകയാണ്. ഡൽഹി പോയവരുണ്ട്, UP പോയവരുണ്ട്, കേരളത്തിൽ വന്നവരുണ്ട്, തമിഴ്നാട്ടിൽ നിൽക്കുന്നവരുണ്ട്, ഹൈദരാബാദിൽ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ബീഹാറികൾ പലരും, നമ്മൾ ഈ ബംഗാളികൾ എന്ന് പറയുന്നെങ്കിൽ ഈ ബംഗാളികൾ പലരിലും ബീഹാറികളുണ്ട്. നമ്മളത് അറിയുന്നില്ല. നമ്മളെല്ലാത്തിനെയും കേരളത്തിൽ വരുന്നതിനെ എല്ലാവരും ബംഗാളി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അതിൽ ചകഞ്ഞ് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിൽ കുറേ ബീഹാറികൾ ഒരു വലിയ വിഭാഗമുണ്ട്. അപ്പോൾ ഇവിടെ വരെ വന്ന് ജോലി നോക്കുന്ന ബീഹാറികൾ ഒരു ഇലക്ഷനൊന്നും അവിടെ പോയി വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് സ്ത്രീകളാണ് അവിടുത്തെ നിർണായകം. എല്ലാ കക്ഷികളും സ്ത്രീകളെ തൃപ്തിപ്പെടുത്താനാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും BJP വളരെ കരുതലോടെയാണ് താങ്കൾ പറഞ്ഞ പോലെ നിൽക്കുന്നത്. ഒരു വലിയ വിജയം അതിന് കോപ്പ് കൂട്ടിയാലേ കാരണം 20 വർഷത്തിൽ കൂടുതലായി പിന്നെ നിതീഷ് കുമാറിൻ്റെ ഭരണം കൊണ്ടുപോകുന്നു. അപ്പോൾ അത് ജനങ്ങൾക്ക് 10 വർഷം തന്നെ നമുക്കറിയാമല്ലോ, ഒരു മുഖ്യമന്ത്രിയൊക്കെ സഹിക്കുക എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ എന്ത് ഗുണം ചെയ്തെന്ന് പറഞ്ഞാലും കുറേ കഴിയുമ്പോൾ ആളുകൾ മടുക്കും. ഇത് 20 വർഷത്തിൽ കൂടുതലെന്ന് പറയുമ്പോൾ വലിയ മടുപ്പുണ്ട്. ആദ്യത്തെ 2 വർഷം ഇത് കണ്ടിന്യൂസ് അല്ല. എന്നാലും
ഏകദേശം ധാരമുറിയാതെ 20 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ഭരണം അവിടെ നടന്നിട്ടുണ്ട്. ജനങ്ങൾ കുറച്ച് മടുപ്പൊക്കെ ഉണ്ട്, എന്നാലും പിന്നോക്ക വിഭാഗങ്ങളിലൊക്കെ വളരെ ശക്തനായ നേതാവാണ്. അതിൻ്റെ ഒരു ഗുണം നിതീഷ് കുമാറിനുണ്ട്. കരുതിക്കൂട്ടി കണക്ക് കൂട്ടിയാണ് എന്തായാലും BJP മുന്നോട്ട് പോകുന്നത്. വലിയ പ്രചരണവുമായിട്ട് ഇനി പ്രധാനമന്ത്രി അടക്കമുള്ളവർ അവിടെ പ്രവേശിക്കാനിരിക്കുന്നതേ ഉള്ളൂ. വലിയൊരംഗം നമുക്ക് കാണാം ഈ നവംബറിനകം തന്നെ.